ഈ ലോകത്തുള്ള എല്ലാ പേരൻസിനും ഒരുപോലെ വേണ്ടത് എന്താണ്? അതെ, അവരുടെ മക്കൾ നന്നായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ പാരൻസ് റെഡിയാണ് അല്ലേ? സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നമ്മുടെ മക്കളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വീട്ടിലെത്തിയാലും അച്ഛനും അമ്മയും മക്കളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ലൊരു പഠന അന്തരീക്ഷം, സ്റ്റഡി എൻവയോൺമെൻറ്റ് എങ്ങനെ വീട്ടിൽ ഒരുക്കി കൊടുക്കാം, ഇതിലൂടെ നമ്മുടെ മക്കളെ എങ്ങനെ പഠനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ പഠനത്തിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്കൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്ന കുട്ടി എത്ര സമയം TV കാണണം, ഗെയിംസ് കളിക്കണം, അല്ലെങ്കിൽ എത്ര സമയം പഠിക്കണം, ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അത് അവർ ചെറുപ്പം മുതലേ ശീലിക്കുകയാണെങ്കിൽ പിന്നീട് ആ ശീലത്തിൽ നിന്നും വിട്ടുമാറാൻ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഹോംവർക്കുകൾ ചെയ്യാനും പിന്നെ അന്നന്ന് പഠിപ്പിച്ച പോർഷൻസ് വായിക്കാനും അതേപോലെ അവർക്ക് ടഫായിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനുമൊക്കെ കൃത്യമായിട്ടുള്ള ടൈം സെറ്റ് ചെയ്യണം. ഇത് കുട്ടിയുടെ കൂടി അഭിപ്രായവും ഇഷ്ടവും അറിഞ്ഞു ചെയ്യുന്നതാണ് നല്ലത്. മറ്റൊന്ന്, നല്ലൊരു പഠന അന്തരീക്ഷം അല്ലെങ്കിൽ സ്റ്റഡി എൻവയോൺമെൻറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ പാരൻസ് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത്. പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ, അതായത് TV, മൊബൈൽ അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങളുടെ സംസാരങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് പഠിക്കാൻ അവർക്ക് അവസരമൊരുക്കി കൊടുക്കുക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അച്ഛനോ അമ്മയോ കുട്ടിയുടെ അടുത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. വലിയ കുട്ടികളാണെങ്കിൽ സ്റ്റഡി റൂമിൽ ഇരുന്ന് തന്നെ പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. മറ്റ് യാതൊരു ഡിസ്ട്രാക്ഷൻസും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പാരൻസ് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിൻ്റാണ്, നമ്മൾ പലതരം ലേണിംഗ് സ്റ്റൈൽസ് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാ കുട്ടികളും പുസ്തകം വായിച്ചു പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളാവണമെന്നില്ല. ചില കുട്ടികൾക്ക് വരച്ചു പഠിച്ചാലേ മനസ്സിൽ കയറൂ, മറ്റു ചിലർക്ക് ചെയ്തു പഠിക്കേണ്ടി വരും, വേറെ ചിലർക്ക് ഉറക്കെ വായിച്ചു പഠിക്കേണ്ടി വരും, മറ്റു ചിലർക്ക് പാട്ട് കേട്ടുകൊണ്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഏത് തരത്തിലുള്ള പഠന രീതിയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിക്കുമ്പോഴാണ് അവർ എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ട്രൈ ചെയ്യാവുന്നതാണ്. കാര്യം അവരുടെ ബ്രെയിനിലേക്ക് എത്തുക എന്നതാണല്ലോ പ്രധാനം. അത് ചിത്രമോ വീഡിയോ ആയോ അല്ലെങ്കിൽ പാട്ടായോ കളികളായോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് പഠനം വഴിമാറുമ്പോൾ അതൊരു ഭാരമായിട്ട് അവർക്ക് തോന്നുകയില്ല. ഇപ്പോൾ ബുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടിയെ നമ്മൾ നിർബന്ധിച്ചിരുത്തി വായിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ അവൻ ചിലപ്പോൾ പഠനത്തെ തന്നെ വെറുത്തു പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പാരൻസ് അവർക്കിഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പഠനത്തെ വഴിമാറ്റി കൊടുക്കുക. മറ്റൊരു പ്രധാന പോയിൻ്റാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. യെസ്, ലെറ്റ് ദം ആസ്ക് ക്വസ്റ്റ്യൻസ്. അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മെ ബുദ്ധിമുട്ടിക്കുകയായിരിക്കും. എന്നാൽ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊടുത്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും തോറും അവർക്ക് ആ വിഷയത്തോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ചില ചെറിയ മക്കളൊക്കെ സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് ചിരിച്ച് തള്ളാതെ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ കൊടുക്കുക. അഥവാ നമുക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ടോ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും കുട്ടികളുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും ടെക്നോളജി ഇഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഈ ഇഷ്ടത്തെ പോസിറ്റീവായിട്ട് പഠനത്തിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. കുട്ടികൾ TV അല്ലെങ്കിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ കാണുന്ന കണ്ടൻറ്റ് ക്വാളിറ്റിയുള്ള കണ്ടൻ്റാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നല്ല നല്ല വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനൽസ് ഒക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് കാണാനായിട്ട് എൻകറേജ് ചെയ്യുകയും ചെയ്യുക. ഞാൻ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതാണ് അപ്രിസിയേഷൻ നൽകുക, പ്രോത്സാഹനം നൽകുക. കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ യാതൊരു മടിയും കൂടാതെ അപ്രിഷിയേറ്റ് ചെയ്യണം. പൊതുവേ കേരളത്തിലുള്ള പാരൻസിന് ഈ ഒരു ക്വാളിറ്റി വളരെ കുറവാണ്.
ഇപ്പോൾ കുട്ടികൾ കൃത്യസമയത്ത് പഠിക്കാനിരുന്നാൽ അല്ലെങ്കിൽ ഹോംവർക്ക് സ്വയം ചെയ്താൽ, സ്ക്രീൻ ടൈം അവർ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ട് സ്ക്രീൻ ടൈം കുറച്ചാൽ, ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഒക്കെ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അവരെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അതൊക്കെ അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. എക്സാംസിന് നല്ല മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അവരിട്ട ആ ഒരു എഫേർട്ടിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അതവരെ കൂടുതൽ നല്ലതാവാൻ വേണ്ടി പ്രേരിപ്പിക്കും. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ അവരുടെ റോൾ മോഡൽ ആവുക. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലേ കുട്ടികൾ എന്തും പഠിക്കുന്നത്. നമ്മൾ അവരോട് സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ഒരുപാട് സമയം മൊബൈൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ടി വി കാണുകയാണെങ്കിൽ കുട്ടി അതൊരിക്കലും അനുസരിക്കില്ല. അതുപോലെ ഏത് കാര്യത്തിലും പാരൻസ് മക്കളുടെ മുന്നിൽ റോൾ മോഡലായിരിക്കണം. അപ്പോൾ കുട്ടികളെ മിടുക്കരാക്കണമെങ്കിൽ ആദ്യം മിടുക്കരാകേണ്ടത് പാരൻസ് ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളും ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നൽകാൻ സാധിക്കുള്ളൂ. കുട്ടിയുടെ പഠിക്കുന്ന സമയത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ആ സമയത്ത് അവരെ ഒരു കിങ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അത് അവർക്ക് പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാവാൻ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്തായാലും പഠനത്തിൽ നല്ല ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും. ഏത് സമയവും അവരുടെ പിറകെ നടന്ന് പഠിക്കുക എന്ന് പറയുന്നതിന് പകരം അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് പാരൻസ് എന്തിനും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്